എടാ ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് ഞാൻ എന്നെ എല്ലാരും ആക്കുന്ന തോന്നുന്നു. എമ്പുരാൻ എന്ത് സംഭവിക്കും 2030 ഇത്തവണത്തെ MBIFL തീം എന്ന് പറയുന്നത് കറൻസ് ഓഫ് ചേഞ്ച് ആണ്. സോ ഞാനൊന്ന് ചോദിക്കാൻ പോകുന്നത് 2030 ആകുമ്പോഴേക്കും ഞാൻ ഈ പറയുന്ന സംഭവങ്ങൾക്ക് എന്തൊക്കെ മാറ്റം വരും എന്നുള്ളതാണ്. നമുക്ക് എന്തൊക്കെ റെസ്പോൺസ് കിട്ടുമെന്ന് നോക്കിയാലോ. ബ്ലാസ്റ്റേഴ്സിന് കപ്പടിക്കും. എടാ ഈ വീഡിയോ കഴിയുമ്പോഴത്തേന് ഞാൻ എന്നെ എല്ലാരും ആക്കുന്ന തോന്നുന്നു. കാരണം ബ്ലാസ്റ്റേഴ്സ് ഇനി വലിയ നിലയിലെത്തുമായിരിക്കും. കളി ഞാൻ അങ്ങനെ ഫോളോ ചെയ്യാറില്ല. എല്ലാവരും പറഞ്ഞു ഇവർ 4 കൊല്ലമായിട്ട് ഒരു മാച്ചും തോറ്റിട്ടില്ല എന്ന് പറയും. ഇൻസ്റ്റാ റീലിൽ എന്ത് സംഭവിക്കും? ആൾക്കാർക്ക് റീലും മടുക്കുമായിരിക്കും. ഒന്നെങ്കിൽ ആരെങ്കിലും മേർജ് ചെയ്യോ, അങ്ങനെ വേറെ എന്തെങ്കിലും ചെയ്യോ, സെൽ ഔട്ട് ചെയ്യോ, അങ്ങനെ ചെയ്തിട്ട് പുതിയൊരു പ്ലാറ്റ്ഫോം വരും. എമ്പുരാൻ എന്ത് സംഭവിക്കും 2030 ഞാൻ അതിനെ പറ്റി പറയുന്നില്ല, കാരണം എനിക്ക് പേടിയാ പറയാനതുകൊണ്ടാ. തേർഡ് പാർട്ട് ഇറങ്ങും അല്ലേ? ഒരു എമ്പുരാൻ യൂണിവേഴ്സ് വരുമോ? ചിലപ്പോ വരുമായിരിക്കും. എന്നെ ആ യൂണിവേഴ്സിൽ എടുത്താൽ എനിക്ക് അത്രയും സന്തോഷമുണ്ട്. എമ്പുരാൻ 3ാമത്തെ ഭാഗം ഇറങ്ങിയത് ഒരു 5-6 തവണ OTT കണ്ടിട്ടിരിക്കുമായിരിക്കും. ഉണ്ണിക്കണ്ണൻ എന്ത് സംഭവിക്കും 2030 ആകുമ്പോഴേക്കും? വിജയന്റെ മോനെ കാണുമായിരിക്കും. അയ്യോ ഉണ്ണിക്കണ്ണന് നനച്ച വണ്ടി കയറിയിട്ട് അതല്ല, സോറി, ഉണ്ണിക്കണ്ണൻ ആകെ ഡിപ്രസ്ഡ് ആയിരിക്കും ചിലപ്പോ വിജയ് സാറ് പടം നിർത്തിയത് കാരണം. യോഗി ബാബുവിന്റെ ഒരു ഈക്വൽ റോള് പോലെ ഉണ്ണിക്കണ്ണനും ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്ന് പറയും. തന്തവൈബ് എന്നുള്ള വാക്കിന് എന്ത് സംഭവിക്കും? എന്താ ഞാൻ കുറച്ചുകൂടി അത് വാലിഡേറ്റ് ചെയ്ത് ജീവിക്കുന്നുണ്ടാവും. ജെൻസികളൊക്കെ അപ്പത്തേനും വയസ്സന്മാരായിട്ടുണ്ടാവും. അപ്പൊ അവരെ അനുഭവിക്കട്ടെ. തന്തവൈബ് 2030 ഡിക്ഷണറി കയറുമോ? അറിയില്ല. മലയാളം വാക്കല്ല, പ്യൂർലി വൈബ് എന്നുള്ളത്. അപ്പൊ മലയാളം ഡിക്ഷണറി കയറൂല.